റേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വർക്ക് ആൻഡ് എനർജി എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റ്സ് അസസ് എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8 ചോദ്യങ്ങൾ ചെയ്തിരുന്നു. 8 ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ കണ്ടുകൊള്ളുക. ഈ പറയുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരവും അടങ്ങുന്ന PDF എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ചോദ്യം പറയുന്നത് ഇങ്ങനെയാണ്: ദ വിക്രം ലാൻഡർ മൊഡ്യൂൾ ഓഫ് ചന്ദ്രയാൻ 3. അതായത് ചന്ദ്രയാൻ 3 നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ വിക്രം ലാൻഡറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൂണിൻ്റെ ഡാർക്ക് സൈഡിലൊക്കെ ലാൻഡ് ചെയ്ത കാര്യമൊക്കെ അറിഞ്ഞു കാണും അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാരമെന്ന് പറയുന്നത്, അതൊരു സാറ്റലൈറ്റ് ആണെന്ന് നിങ്ങളങ്ങ് വിചാരിക്കുക. ഓക്കെ, സാറ്റലൈറ്റിലെ ഒരു വെഹിക്കിളാണത്. ഓക്കെ, നമ്മുടെ ചന്ദ്രനിൽ ഇറങ്ങുന്ന ഒരു വെഹിക്കിളാണ് ഈ പറയുന്ന വിക്രം ലാൻഡർ എന്ന് പറയും. എങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. വാട്ട് വിൽ ബി ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് റീച്ചസ് എ ഹൈറ്റ് ഓഫ് 100 മീറ്റർ ഫ്രം ദ ലൂണാർ സർഫസ്. ഓക്കെ, അതായത് പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചന്ദ്രനിലാണ് വിക്രം ലാൻഡർ ഇറങ്ങിയത്. അപ്പോൾ വിക്രം ലാൻഡറാണ് ഇതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ വിക്രം ലാൻഡർ ഇപ്പോൾ ചന്ദ്രനിൽ നിന്നും 100 മീറ്റർ ഉയരത്തിൽ നിൽക്കുകയാണ്. ഇത് ചന്ദ്രനാണ്. ചന്ദ്രനിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ഈ പറയുന്ന വിക്രം ലാൻഡറിൻ്റെ ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബി പാർട്ട് കൂടെ ഉണ്ട്. ആദ്യം എ പാർട്ട് ചെയ്യാം, എന്നിട്ട് ബി പാർട്ടിലോട്ട് വരാം. അപ്പോൾ എ പാർട്ട് ചെയ്യാൻ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക. മാസ് ആണ് തന്നിട്ടുള്ളത്. എത്രയാണത്? 1752 കിലോഗ്രാം. ഹൈറ്റ് തന്നിട്ടുണ്ട് 100 മീറ്റർ ഉയരം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ മൂൺ തന്നിട്ടുണ്ട് 1.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുലയാണ് എന്ത്? mgh. 1752 ഇൻറ്റു 1.6 ഞാൻ 16/10 എന്നെടുക്കാം, വെട്ടിപ്പോവാനാണ്. ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 100. ഓക്കെ, സോ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 0 വെട്ടിപ്പോയാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 1752 ഇൻറ്റു 16 ഇൻറ്റു 10 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 280,320 ജൂൾ എന്ന് കിട്ടും. ഇത് എ പാർട്ട്. ബി പാർട്ട് ചോദിച്ചിട്ടുള്ളത് ഇതേ വിക്രം ലാൻഡർ 100 മീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ സർഫസിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നാണ് ചോദ്യം. സോ നമുക്കറിയാം ഭൂമിയിലാണ് നിൽക്കുന്നതെങ്കിൽ മറ്റ് കാര്യങ്ങൾ, അതായത് മാസ് ഇവിടെ മാറ്റമില്ല, ഹൈറ്റ് മാറ്റമില്ല. മാറ്റമുള്ളത് മാത്രമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ മൂൺ എന്നുള്ളത് എന്തായിട്ട് മാറും? അറ്റ് ദ എർത്ത് എന്നായിട്ട് മാറും. എന്തായിട്ട് മാറും? എർത്ത് എന്നായിട്ട് മാറും. അതെത്രയാണ്? ചോദ്യത്തിൽ പറയുന്നുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ഭൂമിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? അത് mgh ആണ്. ഉയരത്തിലുള്ളത് ചോദിച്ചുകൊണ്ടാണ് mgh എടുക്കുന്നത്. ഓക്കെ, ഫോർമുല നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. 1752 ഇൻറ്റു 10 ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 10 ഇൻറ്റു 100 എത്ര കിട്ടും? 1752 1230. ഇതാണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 10ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് എ പേഴ്സൺ ഓഫ് മാസ് 80 കിലോഗ്രാം. ഒരു വ്യക്തിയുണ്ട്, അയാളുടെ മാസ് എന്ന് പറയുന്നത് 80 കിലോഗ്രാം ആണ്. ഈ സ്റ്റാൻഡിങ് ഓൺ എ സസ്പെൻഡഡ് പ്ലാറ്റ്ഫോം ഓഫ് മാസ് 170 കിലോഗ്രാം ടു പെയിൻറ്റ് ദ ഔട്ടർ വാൾ ഓഫ് എ ഫ്ലാറ്റ്. ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ദ മോട്ടോർ ടു റേസ് ഹിം and the platform of this height is 150 kilojoule. How high is the platform? That is height ആണ് കണ്ടുപിടിക്കേണ്ടത്. G തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ഇവിടെ പറയുന്നത് ഏതോ ഒരു വലിയ ഫ്ലാറ്റ്
ഓക്കെ, ഏതോ ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ട്. ഈ ഫ്ലാറ്റിൽ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എവിടെ നിൽക്കുവാണ്? ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാണ്. ഓക്കെ, സസ്പെൻഡഡ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഈ പ്ലാറ്റ്ഫോമിനെ നമ്മൾ എന്ത് ചെയ്തേക്കുകയാണ്? നമ്മൾ എന്തൊക്കെ ഒരു 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 ഉപകരണം ഉപയോഗിച്ച് ഇങ്ങനെ ഉയർത്തി നിർത്തിയേക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഒരാൾ നിന്ന് പെയിന്റ് അടിക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 170 കിലോഗ്രാമാണ്. ആളുടെ വെയിറ്റ് തന്നിട്ടുണ്ട് 80 കിലോഗ്രാമാണ്. ഇതിനെ ഉയർത്താൻ വേണ്ടി എടുത്ത വർക്ക് തന്നിട്ടുണ്ട് 150 കിലോ ജൂൾ ആണെങ്കിൽ എത്ര ഉയരത്തിലാണ് ഈ ആൾ നിൽക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഉയരം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയിലാണ് ഉയരത്തെ പറ്റി പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയിലാണ് എന്തിനെ പറ്റി പറയുന്നത്? ഉയരത്തെ പറ്റി പറയുന്നത്. അപ്പോൾ അതാ വെച്ചാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ യൂഷ്വലി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ് കണ്ടുപിടിക്കുക. മാസ് ഓഫ് ദ പേഴ്സൺ എന്ന് പറയുന്നത് 80 കിലോഗ്രാം ആണ്. മാസ് ഓഫ് ദ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 170 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 80 പ്ലസ് 170 ആണ്. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എത്ര വരും? 250 കിലോഗ്രാം വരും. അങ്ങനെയാണെങ്കിൽ വർക്ക് തന്നിട്ടുണ്ട്. വർക്ക് എത്രയാണത്? 150 കിലോ ജൂളാണ്. നമ്മൾ കിലോ ജൂൾ ഇട്ട് അങ്ങനെ ചെയ്യാറില്ല. സോ 150 പിന്നെ ഒരു 3 പൂജ്യവും അല്ലേ, നമുക്ക് 1000 എന്നറിയാം. 1 കിലോ ജൂൾ 1000 ജൂൾ. വർക്കും തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചോദ്യത്തിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആണ് mgh. അപ്പോൾ അതിൽ നിന്നും h കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? mg ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. അതായത് വർക്ക് ബൈ എന്തെന്ന് കിട്ടും? mg എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് എത്ര? 150 പിന്നെ 3 0 ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ്? 250 ഇൻറ്റു ജി എത്രയാണ്? 10. 0 0 0 0 വെട്ടിപ്പോയി. 1500 ബൈ എത്രയാണ്? 25 എന്ന് കിട്ടും. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 മീറ്റർ ഉയരമെന്ന് കിട്ടും. ഹൈറ്റ് ആണല്ലോ. അപ്പോൾ ഹൈറ്റ് എത്രയാണ്? 60 മീറ്റർ. അതായത് ഈ ആള് 60 മീറ്റർ ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇവിടെ 2-3 വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട്. The figure shows 2 cars of the same mass and a lorry of double the mass moving along a straight road. എങ്കിൽ what is the kinetic energy of both the car be same? What അല്ല, will the kinetic energy of both car be same? രണ്ട് കാറിൻ്റെ കൈനറ്റിക് എനർജി സെയിം ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഈ കാർ പോകുന്ന 20 മീറ്റർ പെർ സെക്കൻഡിലും ഈ കാർ പോകുന്ന 25 മീറ്റർ പെർ സെക്കൻഡിലുമാണ്. നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? അത് ഹാഫ് mv² ആണ്. ഹിയർ അല്ലേ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്തമാണ്. വെലോസിറ്റി എന്താണ്? വ്യത്യസ്തമാണ്. സോ കൈനറ്റിക് എനർജി എന്തായിരിക്കും? വിൽ ഓൾസോ ബി എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. സോ കൈനറ്റിക് എനർജി സെയിം ആണോ എന്ന് ചോദിച്ചാൽ ഉത്തരം നോ, സെയിം അല്ല. അങ്ങനെയാണെങ്കിൽ ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി? ഇല്ല, ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ലോറി ആൻഡ് ദ കാർ ഇൻ ദ ഫ്രണ്ട് സെയിം? വൈ? ഈ ലോറിയും ഈ കാറും സെയിമിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആ കാറിൻ്റെ ഇരട്ടി മാസ് ലോറിക്കുണ്ട്. രണ്ടുപേരും പോകുന്ന വെലോസിറ്റി സെയിം ആണെങ്കിലും മാസ് വ്യത്യാസമായതുകൊണ്ട് അവരുടെ കൈനറ്റിക് എനർജി സെയിം ആയിരിക്കില്ല. എന്തുകൊണ്ട്? ബിക്കോസ് എന്തായിരിക്കും കാരണം എന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻ്റ് ആണ്. മാസ് എന്താണ്? ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സി, കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ കാർ അറ്റ് ദ ബാക്ക് ഇഫ് ദ മാസ് ഈസ് 1800 കിലോഗ്രാം.
അങ്ങനെയാണെങ്കിൽ പുറകിൽ നിൽക്കുന്ന കാർ അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 1800 കിലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? ഹാഫ് mv² ആണ്. വെലോസിറ്റി പടത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്? 20 മീറ്റർ/സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു 1800 ഇൻറ്റു 20ൻ്റെ സ്ക്വയർ 400 ആണ്. അപ്പോൾ 400ൻ്റെ പകുതി 200, 200 ഇൻറ്റു 1800 ചെയ്യുമ്പോൾ നമുക്ക് 36,000 ജൂൾ എന്ന ഉത്തരം കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ഉത്തരവെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 12ാമത്തെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നോക്കാം. A indicate the topmost position of a building. Okay. The 3 stages of a ball which is at rest. ഇപ്പോൾ റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് falling freely from A are depicted. അതായത് A എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബിൽഡിങ്ങിൻ്റെ മുകളാണ്. അതായത് A എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മുകൾ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? A എന്ന് പറയുന്നത്. ഈ ബിൽഡിങ്ങിൽ നിന്നൊരു ബോളിനെ നമ്മൾ ഫ്രീ ഫോൾ ചെയ്യുന്നു. അത് B എന്ന പോയിന്റിലെത്തുന്നു, C എന്ന പോയിന്റിലെത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എനർജികൾ നമുക്ക് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഫസ്റ്റ് ചോദ്യത്തിൽ പറയുന്നത് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ. എന്ന പോയിന്റിൽ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മളിവിടെ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. ഇവിടെ എനർജി തന്നിട്ടുള്ള ആകെ സംഭവം ദാ കിടക്കുന്നു. ഒരു 12 ജൂളും ഒരു 8 ജൂളും തന്നിട്ടുണ്ട്. എപ്പോൾ? ബിയിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ബി എന്ന് വെച്ചാൽ കറക്റ്റ് നടുക്കാണ്. ഓക്കെ, അപ്പോൾ നടുക്കെത്തിയപ്പോൾ 12 ജൂള് കൈനറ്റിക് എനർജി ഉണ്ട്. അല്ലെങ്കിൽ നടുക്കെന്നല്ല, എവിടെ ഏതൊരു പോയിന്റ്, നടുക്കൊന്നും പറയണ്ട, നമുക്ക് ഒരു പോയിന്റ് എന്ന് പറയാം. അതായത് അറ്റ് ബി എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുമ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 8 ജൂളും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 12 ജൂളുമാണ്. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. പക്ഷേ മുകളിലത്തെ പോയിന്റ് നോക്കുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം മുകളിലത്തെ പോയിന്റ് എ നിൽക്കുമ്പോൾ ഒബ്ജക്റ്റ് എന്തിലാണ്? ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. അതായത് റെസ്റ്റിലിരിക്കുമ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി 0ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മൊത്തം എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതായത് ഈ പറയുന്ന 8ഉം 12ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20 ജൂൾ എന്ന് കിട്ടും. ഇതാണല്ലോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഈ 20ഉം റെസ്റ്റിലിരിക്കുന്ന എ എന്ന പൊസിഷനിൽ എന്ത് എനർജി ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും എന്ന ഊഹത്തിൽ നമുക്ക് പറയാം വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? അത് 20 ജൂളാണ്. അപ്പോൾ എയുടെ ഉത്തരം 20 ജൂൾ. ബി വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി അറ്റ് എ. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ അത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. കൺസർവേഷൻ ഓഫ് എനർജിയൊക്കെ പഠിച്ചെങ്കിലേ ഇത് ഓർമ്മ കാണുള്ളൂ. 20 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ജൂള്. സി വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അറ്റ് സി. സി എന്ന് വെച്ചാൽ താഴത്തെ പോയിന്റാണ്. നമുക്കറിയാം താഴത്തെ പോയിന്റ് എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹൈറ്റ് 0 ആയതുകൊണ്ട് തന്നെ എന്തായി മാറും? 0 ആയിട്ട് മാറും. കാരണം പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. h 0 ആകുമ്പോൾ ഹൈറ്റ് എന്ന് വെച്ചാൽ 0, താഴെ എത്തുമ്പോൾ ഹൈറ്റ് 0. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതല്ലേ ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി എന്ന് പറയുന്നതല്ലേ 20 ജൂള്. അപ്പോൾ സി എന്ന പോയിന്റിൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 20 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സോറി, അത് ഡി ആണോ? ഇവിടെ ബി തൊട്ടേ ഉള്ളു അല്ലേ? ബി സി ഡി തൊട്ടേ ഉള്ളു. അപ്പോൾ ഇത് ബി ആണ്. ബി, ഇത് സി, ഇത് ഡി. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇ. ഇയുടെ ഉത്തരം എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി, കൈനറ്റിക് എനർജി 20. അങ്ങനെയാണെങ്കിൽ അടുത്ത് എഫ് എന്താണ്? ടോട്ടൽ എനർജി അറ്റ് സി. അതെന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജി 20 ആയതുകൊണ്ട് ടോട്ടൽ എനർജി 20. അങ്ങനെയാണെങ്കിൽ ജിയുടെ ഉത്തരം എന്താണ്? വാട്ട് ഈസ് ദ എനർജി, വാട്ട് ചേഞ്ച് ഇൻ എനർജി ഹാസ് ടേക്കൺ പ്ലേസ് as the ball falls. ഡിസ്ക്രൈബ്. എനർജി ചേഞ്ച് എന്തായിട്ട് മാറുകയാണ്? നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് ചേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി എന്തായിട്ട് മാറും? ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ഒരു ഫോമിൽ നിന്ന് നമുക്ക് എന്തിലോട്ട് മാറ്റാം? മറ്റൊരു ഫോമിലോട്ട് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ.
13ാമത്തെ ചോദ്യം. യൂസിങ് എ കൺവെയർ ബെൽറ്റ്. ഒരു കൺവെയർ ബെൽറ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. ഇങ്ങനെ റോളർ കാണും, ഇങ്ങനെ റോളർ കാണും, ഇതിൽ കൂടി ഇങ്ങനെ ഒരു സാധനം പോകും. നമ്മുടെ എസ്കലേറ്റർ പോലെ സാധനങ്ങൾ ഇങ്ങനെ കയറ്റി വിടുന്ന ഒരു സാധനമാണ് കൺവെയർ ബെൽറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു കൺവെയർ ബെൽറ്റാണ്. ഓക്കെ, ട്രാൻസ്പോർട്ട് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ടു ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. അപ്പോൾ ഇതൊരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിന് ടോപ്പിലോട്ട് കൺവെയർ ബെൽറ്റ് വഴി നമ്മൾ സാധനങ്ങൾ കയറ്റി വിടുക. 5 പാക്കറ്റ് സിമൻ്റ് ഉണ്ട്. 1 2 3 4 5 പാക്കറ്റ് സിമൻ്റ് ഉണ്ട്. ഒരു പാക്കറ്റിൻ്റെ മാസ് എന്ന് പറയുന്ന 50 കിലോഗ്രാം. അങ്ങനെയുള്ള 5 പാക്കറ്റ് ഉണ്ട്. അത് നമ്മൾ 8 മീറ്റർ ഉയരത്തിലാണ് എത്തിച്ചേക്കുന്നത്. അതിനടുത്ത സമയം എന്ന് പറയുന്നത് 16 സെക്കൻഡാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ പവർ കണ്ടുപിടിക്കണം. സിമ്പിൾ ചോദ്യമാണ് അല്ലേ? എന്താ കണ്ടുപിടിക്കാനുള്ളത്? പവറാണ്. നമുക്കറിയാം പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത്? അത് വർക്ക് ബൈ ടൈമാണ്. വർക്ക് എന്ന് വെച്ചാൽ എന്താണത്? അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ? ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഇവിടെ നമുക്ക് ജി എന്ന് കൊടുക്കാം. ഇനി ഇവിടുത്തെ മാസ് എത്രയാണ്? 5 ചാക്കുണ്ട്, ഒരു ചാക്ക് 50. അപ്പോൾ മാസ് 5 ഇൻറ്റു 50 എത്ര? 250 കിലോഗ്രാം. ജി എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 250 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 2500 ന്യൂട്ടൺ. എങ്കിൽ നേരെ നമുക്ക് ഈ എഫിനെ എടുത്ത് എവിടെ കൊടുക്കാം? നമ്മുടെ ഡബ്ല്യൂവിൽ കൊടുക്കാം. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എത്ര? 2500 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 8 മീറ്റർ ഉയരത്തിലല്ലേ കൊണ്ടുപോയത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8. 2500 ഇൻറ്റു 8 എത്ര? 20,000 ജൂൾ എന്ന് വരും. വർക്ക് കിട്ടിയാൽ പിന്നെ ഈ വർക്കിനെ എടുത്ത് നേരെ എങ്ങോട്ട് കൊടുത്താൽ മതി? പവറിലോട്ട് കൊടുത്താൽ മതി. പവർ ഈസ് ഈക്വൽ ടു വർക്ക് എത്ര? 20,000 ബൈ ടൈം എവിടെ തന്നിട്ടുണ്ട്? തന്നിട്ടുണ്ട് 16 സെക്കൻഡ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം എന്ന് പറയുന്നത് 16 സെക്കൻഡാണ്. അപ്പോൾ എത്ര? ബൈ 16 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പവർ എത്ര കിട്ടും? 1250 വാട്ട് എന്ന് കിട്ടും. എത്ര കിട്ടും? 1250 വാട്ടാണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. 14ാമത്തെ ചോദ്യം. 2 പേരുണ്ട്, ബാബു, രാജു. അവർ വീട് പണിയുന്നതാണ്. എല്ലാവരും വീട് പണിയാണ്. 15 മീറ്റർ ഉയരമുള്ള ബിൽഡിങ്ങിലോട്ട് ബാബു 600 ന്യൂട്ടൺ വെയിറ്റ് 300 സെക്കൻഡ് കൊണ്ട് കയറ്റി. രാജു 400 ന്യൂട്ടൺ വെയിറ്റ് 200 സെക്കൻഡ് കൊണ്ട് കയറ്റിയെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. നമുക്കറിയാം 2 പേരുണ്ട്, ബാബുവുമുണ്ട്, രാജുവുമുണ്ട്. ബാബു ചെയ്ത വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? നമുക്കറിയാമോ? ഇല്ല, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. രാജു ചെയ്ത വർക്കും എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. വർക്ക് എപ്പോഴും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 600 ന്യൂട്ടൺ. രാജു കൊടുത്ത ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 ന്യൂട്ടൺ. കാരണം വെയിറ്റ് ആണല്ലോ ചുമക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. എത്ര ഡിസ്റ്റൻസാണ് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ 15 മീറ്റർ ഉയരമുള്ള ബിൽഡിങ്ങിലോട്ടല്ലേ കൊണ്ടുപോയത്. അപ്പോൾ 2 പേര് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 15 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ബാബു ചെയ്ത വർക്ക് എത്രയായിരിക്കും? അത് 600 ഇൻറ്റു 15. രാജു ചെയ്ത വർക്ക് എത്രയായിരിക്കും? അത് 400 ഇൻറ്റു 15. അങ്ങനെയാണെങ്കിൽ ബാബുവിൻ്റെ വർക്ക് എത്രയായിരിക്കും? 600 ഇൻറ്റു 15 നമുക്ക് 9000 ജൂൾ എന്ന് കിട്ടും. അതുപോലെ രാജുവിൻ്റെ വർക്ക് എന്ന് പറയുന്നത് 6000 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഉത്തരം കിട്ടി. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ബാബു ഹാസ് മോർ പവർ. വിൽ യു എഗ്രി വിത്ത് ഇറ്റ്? അതിവിടെ പറയുകയാണ് ബാബുവിനാണ് കൂടുതൽ പവറാണ്. നിങ്ങൾ എഗ്രി ചെയ്യും? എഗ്രി ചെയ്യാം, ബാബുവിനാണ് കൂടുതൽ പവർ. പക്ഷേ ചുമ്മാ എഗ്രി ചെയ്താൽ പറ്റുമോ? ഇല്ല. കാരണം ബാബുവിനാണോ രാജുവിനാണോ എന്ന് നമുക്കറിയില്ല. ചുമ്മാ അങ്ങ് എഗ്രി ചെയ്താൽ പോലെ, പ്രൂവ് ചെയ്ത് കാണിക്കണം. എന്ന് വെച്ചാൽ എന്താ ചോദിച്ചിട്ടുള്ളത്? പവർ കണ്ടുപിടിക്കൂ. പവർ ഓഫ് ബാബു എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം ഓഫ് ബാബു. പവർ ഓഫ് രാജു എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഓഫ് രാജു ബൈ ടൈം ടേക്കൺ ബൈ രാജു. വർക്ക് ഇതാ കിട്ടി 9000 ഡിവൈഡഡ് ബൈ ടൈം ദേ കിടക്കുന്നു. എത്ര? 300 സെക്കൻഡ്. വെട്ടിപ്പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 വാട്ട് എന്ന് കിട്ടും. യൂണിറ്റാണ്, പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. അങ്ങനെയാണെങ്കിൽ രാജു എത്ര ചെയ്തു? 6000 ബൈ ടൈം എത്ര? 200 ബൈ 200. ദാറ്റ് ഈസ് പവർ ഈസ് ഈക്വൽ ടു, അതും എത്ര വരും? നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതും വരും 30 വാട്ട്.
അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ? തെറ്റാണ്, ഇത് ശരിയല്ല. രണ്ടുപേർക്കും എന്താണ്? രണ്ടുപേർക്കും സെയിം പവറാണ് ഉള്ളത്. സിമ്പിൾ ചോദ്യം അല്ലേ? ലാസ്റ്റ് ചോദ്യം. ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ്. ഇവിടെ ഫോഴ്സ് ന്യൂട്ടണിൽ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ തന്നിട്ടുണ്ട്. ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എക്സേർട്ടഡ്. ഫോഴ്സ് എത്രയുടെ? ഫോഴ്സ് 6 ന്യൂട്ടൺ. അപ്പോൾ എയുടെ ഉത്തരം എന്താണ്? 6 ന്യൂട്ടൺ. ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഈ പോയിൻ്റ് ആണ് അല്ലേ? ഇവിടെ നമ്മൾ താഴോട്ട് എടുക്കുമ്പോൾ എത്രയാണത്? 0.4 മീറ്റർ ആണെന്ത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. വാട്ട് ഈസ് ദ മെത്തേഡ് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് യൂസിങ് ദ ഗ്രാഫ്? ഗ്രാഫ് വെച്ച് വർക്ക് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഗ്രാഫ് പഠിച്ച പിള്ളേരാണല്ലേ, നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ചാപ്റ്ററൊക്കെ ഗ്രാഫൊക്കെ നമ്മൾ അരച്ചുവിലേക്ക് കുടിച്ചതാണ്. നമുക്കറിയാം ഏരിയ അണ്ടർ എ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണത്? വൈ ആക്സിസിലുള്ള ടേം ഇൻറ്റു എക്സ് ആക്സിസിലുള്ള ടേം. നോക്കടേ, ഇതൊരു റെക്റ്റാങ്കിൾ അല്ലേ, അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് എത്ര? ഇവിടുത്തെ കേസിൽ ലെങ്ത് എത്രയാണ്? ഫോഴ്സിന് ഈക്വൽ അല്ലേ. ബ്രെഡ്ത്ത് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ അല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഏരിയ അല്ലേ. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെ വർക്ക് കണ്ടുപിടിക്കാം? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ വർക്ക്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് ഈക്വൽ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഗ്രാഫ്. ഏരിയ ഓഫ് ദ ഗ്രാഫ് എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എത്രയാണത്? അത് 6 × 0.04 എത്ര കിട്ടും? 2.4 ജൂൾ എന്ന് കിട്ടും ഏരിയ കണ്ടുപിടിക്കുമ്പോൾ. അതോടുകൂടി നമ്മൾ ചാപ്റ്ററിലെ ലെറ്റ്സ് അസസ് ഭാഗം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത എക്സ്ട്രാ ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.